ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. എന്നാൽ പറയുന്നത് പോലെ വളരെ ചെറുതാണ് എങ്കിലും ഒരു രോഗിയുടെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടിയാണിത്. അതെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ്. കേൾക്കുമ്പോൾ വളരെ ചെറുതാണ് അല്ലേ? എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ ഉണ്ടായ സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിനെയോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനെയോ പറയുന്ന പേരാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാം, വളരെ ചെറിയൊരു കാര്യം. നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ട്. കുട്ടികൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി എന്ത് ചെയ്യും? നമ്മൾ വേഗം പോയി അവരെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് നമ്മൾ മുറിവ് നോക്കും. അത് വളരെ വലിയ മുറിവാണോ ചെറിയ മുറിവാണോ നോക്കും. നമ്മളത് കഴുകും. അതിനുശേഷം ചെറിയ മുറിവുകളൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഓയിൻമെന്റുകളൊക്കെ അപ്ലൈ ചെയ്ത് ചെറിയൊരു ഡ്രസ്സിങ് കൊടുക്കും. ശരിയല്ലേ? ഇതൊരു ഫസ്റ്റ് എയ്ഡ് ആണ്. ഇനി പനി വന്നു, നമ്മൾ എന്ത് ചെയ്യും? അവരെ നമ്മൾ തണുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് തുടച്ച് അല്ലെങ്കിൽ നെറ്റിയിൽ ഒരു തുണിയൊക്കെ നനച്ച് മുക്കി നമ്മൾ നെറ്റിയിൽ വെച്ച് കൊടുക്കും. അതൊരു ഫസ്റ്റ് എയ്ഡ് ആണ്. ഇനി വലിയൊരു കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ഒരു നെഞ്ചുവേദന വന്നു, നമ്മൾ വേഗം എന്ത് ചെയ്യും? അവർക്ക് വെന്റിലേഷന് വേണ്ടിയിട്ട് ക്രൗഡൊക്കെ മാറ്റും, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് നല്ല രീതിയിൽ കിടത്തും, ഉടുപ്പ് ടൈറ്റായ ഉടുപ്പൊക്കെ ലൂസാക്കും, ഫാൻ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മൾ എന്നിട്ട് എത്രയും വേഗം അവരെ ആശുപത്രിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനി ഒരു അപകടം നടന്നു, നമ്മൾ എന്ത് ചെയ്യും? എത്രയും വേഗം ആ രോഗിയെ നമ്മൾ ആശുപത്രിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും. ഇതെല്ലാമാണ് ഫസ്റ്റ് എയ്ഡ്. ഇതിനകത്ത് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആദ്യത്തെ 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന ആ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ രോഗിയുടെ ജീവിതം ഇരിക്കുന്നത്. ഒന്നുകിൽ നമ്മളെ കറക്റ്റ് ടൈമിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കുവാണെങ്കിൽ ആ രോഗിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഇനി ആ സമയം പോകുന്നതിനനുസരിച്ച് ആ വ്യക്തിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ടുള്ള അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എയ്ഡ്. ഇനി 2 തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡുകളാണ് ഉള്ളത്. ഒന്ന് എമർജൻസി, രണ്ടാമതായിട്ട് നോൺ എമർജൻസി. എമർജൻസി എന്ന് പറയുമ്പോൾ എത്രയും വേഗം നമുക്ക് അവർക്കൊരു മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കണം. അതിനെയാണ് നമ്മൾ മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ആക്സിഡന്റ്, ഇതൊക്കെ നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ലഭിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തതാണ് നോൺ എമർജൻസി. അതെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ചെറിയ വൂണ്ടുകള്, ചെറിയ പൊള്ളലുകൾ, അതിനൊക്കെ നമുക്ക് നോൺ എമർജൻസി കാണാം. അവിടെയെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് കൊടുക്കാവുന്ന ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്താൽ മതിയാകും. ഇനി എമർജൻസിയിൽ തന്നെ മെഡിക്കൽ എമർജൻസി ഉണ്ട്, നോൺ മെഡിക്കൽ എമർജൻസി ഉണ്ട്. മെഡിക്കൽ എമർജൻസിയിൽ വരുന്നതാണ് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ബേൺസ് എല്ലാം, സിവിയർ ബേൺസ് എല്ലാം അതിനകത്ത് വരുന്നതാണ്. ഇനി നോൺ മെഡിക്കൽ എമർജൻസിയിൽ വരുന്നതാണ് വൂണ്ട്, അനിമൽ ബൈറ്റ് ഒക്കെ. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.